മക്ക മുശ്രിക്കീങ്ങൾക്ക് ഉമർ ഖലീഫയെ പേടിയായിരുന്നു. മുസ്ലിം ലീഗുകാർക്ക് ഉമർ ഫൈസിയെയും പേടിയാണ്. എന്താണ് അതിൻ്റെ കാരണം? അതേക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. മക്ക മുശ്രിക്കീങ്ങൾക്ക് ഒരു ഉമറിനെ പേടിയായിരുന്നു. ആ ഉമർ എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണ ചരിത്രത്തിലെ പ്രവാചകന് ശേഷം വന്ന രണ്ടാം ഖലീഫയാണ്. ആ ഉമർ ഖലീഫയെ പേടിച്ചിരുന്നത് മക്കയിലെ മുശ്രിക്കീങ്ങളാണ്. കാരണം അദ്ദേഹം നീതിമാനായ ഒരു ഭരണാധികാരിയാണ്. തെറ്റ് കണ്ടാൽ തെറ്റുകൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് ഇസ്ലാമിക ഭരണ ചരിത്രത്തിലെ ഉമർ ഖലീഫ, അതായത് രണ്ടാം ഖലീഫ ഉമർ. ആ ഉമറിൻ്റെ ഭരണം നടപ്പിലാക്കിയാൽ കൂടുതൽ നീതിപൂർവമായ നിലപാടുകൾ ഉണ്ടാകുമെന്ന് ഗാന്ധിജി പോലും പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം നീതിമാനായ ഭരണാധികാരിയെ മക്കയിലെ മുശ്രിക്കീങ്ങൾ പേടിച്ചിരുന്നു. മറ്റൊരു ഉമർ ഇപ്പോൾ മുസ്ലിം ലീഗുകാർക്ക് പേടിയുള്ള വേറൊരു ഉമറാണ്. അദ്ദേഹം ഉമർ ഫൈസി മുക്കം, സമസ്ത എന്ന പണ്ഡിത സഭയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുത്ത സന്തത സഹചാരിയാണ്. മാത്രമല്ല മുസ്ലിം ലീഗിനെതിരെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സമസ്തയിലെ പണ്ഡിത വിഭാഗത്തിലെ തലവനാണ് ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തെ ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ പ്രതിനിധിയായി വഖഫ് ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതോടുകൂടി മുസ്ലിം ലീഗാണ് ഏറ്റവും കൂടുതൽ ഭയപ്പാടോടുകൂടി ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന പേരിലൊക്കെ മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മതസ്ഥാപനങ്ങൾ കൈയടക്കി ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് പല നേതാക്കന്മാരും പ്രാദേശികവും അതുപോലെ തന്നെ അല്ലാത്തതുമായ നിരവധി നേതാക്കന്മാർ വഖഫ് സ്വത്തുക്കൾ കൈക്കലാക്കുകയും ക്രയവിക്രയം നടത്തുകയും അത് കൊള്ളയടിക്കുകയും ചെയ്തതിൻ്റെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിരവധിയായിട്ടുള്ള വഖഫ് സ്വത്തുകൾ കൊള്ളയടിച്ചതിൻ്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മായിൻ ഹാജി ഉൾപ്പെടെയുള്ള ആളുകൾ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള മായിൻ ഹാജിയെ പോലുള്ള ആളുകൾ ഒക്കെ ഇത്തരം കേസുകളിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. നിരവധി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഇത്തരം വഖഫ് കേസുകളിൽ പെട്ടതുകൊണ്ട് തന്നെ ഉമർ ഫൈസി മുക്കത്തിൻ്റെ ഈ വഖഫ് ബോർഡിലേക്കുള്ള വരവ് മുസ്ലിം ലീഗിനെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പല പ്രാദേശിക നേതാക്കന്മാരും നടത്തിയിട്ടുള്ള വഖഫ് കൊള്ള കൃത്യമായി അറിയാവുന്ന ആളാണ് ഉമർ ഫൈസി മുക്കം. അദ്ദേഹം വഖഫ് ബോർഡിലേക്ക് വരുന്നതോടുകൂടി ആ കാര്യങ്ങൾ സർക്കാരിൻ്റെയും വഖഫ് ബോർഡിൻ്റെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന വഖഫ് സ്വത്തുക്കൾ വീണ്ടെടുക്കാനും കുറേ കാലങ്ങൾക്ക് മുമ്പ് വഖഫ് സ്വത്തുക്കൾ കൈവശപ്പെടുത്തി അതിന് നാമമാത്രമായ വാടക നിശ്ചയിച്ച് കടമുറികളും സ്ഥാപനങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും മറ്റു കൃഷിയിടങ്ങളും ഒക്കെ കൈവശം വെച്ച് പോരുന്ന മുസ്ലിം ലീഗ് നേതാക്കന്മാരെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു തീരുമാനമാണ് ഉമർ ഫൈസി മുക്കത്തിൻ്റെ ഈ വഖഫ് ബോർഡിലേക്കുള്ള വരവ്. തീർച്ചയായിട്ടും വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോയത് തിരിച്ചെടുക്കാനും മുസ്ലിം ലീഗ് നേതാക്കളുടെ കയ്യിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഈ വഖഫ് സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാനും ഉമർ ഫൈസിയുടെ വഖഫ് ബോർഡിലേക്കുള്ള ഈ വരവ് തീർച്ചയായിട്ടും പ്രയോജനകരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മുസ്ലിം ലീഗിനെ വല്ലാതെ ഞെട്ടിച്ചു കളയുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്.